ഇന്ന് നമ്മൾ കാശ്മീരിലെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മുടെ കേസർ ഹോട്ടലിൽ നിന്ന് രാവിലെ തന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. 8 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു 8:30-9 മണിയൊക്കെ ആയി. എല്ലാ ടീമും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ജലം നദി. ജലം നദി ഇപ്പോൾ ബന്ദാണ്. നമ്മൾ ഇത് പാകിസ്ഥാനിലോട്ട് ഒഴുക്ക് നിർത്തി വെച്ചിട്ടുണ്ട്. പഹൽഗാം അറ്റാക്കിനെ തുടർന്നിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം. JK ബാങ്ക് അപ്ഡേറ്റ് കോഡ്. നമ്മൾ പോകുന്നത് സോൺമാർഗിലേക്കാണ്. ഇതാണ് നമ്മുടെ നെറ്റോക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണേ. നെറ്റോ ആണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്ന കാര്യങ്ങളെല്ലാം. നമ്മളിന്ന് പോകണം സോൺമാർഗാണ്. ആ മഞ്ഞ കളർ പൂവുണ്ടോ, അത് കടുകുപാടമാണ്. ഒരുപാട് മലകളും കുന്നുകളും ഉണ്ട്, അതുപോലെ തന്നെ പാലങ്ങളും ഉണ്ട്. കാരണം ഇവിടെ കുറേ പുഴകളും നദികളും ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് വെള്ളത്താഴെ കൂടി. അപ്പോൾ വെള്ളം ഒരുപാടുണ്ട് ഇവിടെ. മഞ്ഞിൻ്റെ ചെറിയ പ്രസരിപ്പൊക്കെ നമുക്കിവിടെ കാണാം. കാശ്മീരിലെ കാവ് ഭയങ്കര ഫേമസ് ആണ്. അവിടെ ഫുൾ ടൈം ഞങ്ങൾ കാവയാണ് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ തണുപ്പിനൊരു ആശ്വാസം കിട്ടും. നമ്മൾ റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്ത് സോൺമാർഗിലോട്ട് യാത്ര തുടരുന്നു. ഇതാണ് നമ്മുടെ വണ്ടി. സോൺമാർഗാണോ സോനാമാർഗാണോ? സോനാമാർഗ് ടണൽ എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്, പക്ഷേ സോൺമാർഗ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് 6.5 കിലോമീറ്റർ ദൂരമുള്ളൊരു ടണലാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് പണയം കൊടുത്തത് 2300 കോടി ഇന്ത്യൻ റുപ്പീസാണ്. നല്ല വെന്റിലേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുവഴി നമുക്ക് പെട്ടെന്ന് കാശ്മീരിൽ എത്താൻ പറ്റും. ശ്രീനഗർ കാശ്മീർ NH1 അത് ഈ വഴിയാണ്. അപ്പോൾ പെട്ടെന്ന് സാധനങ്ങളൊക്കെ നമുക്ക് കാശ്മീരിലും കാർഗിലോട്ടൊക്കെ എത്തിക്കാൻ പറ്റും. ഈ ഏറ്റവും നല്ല കാഴ്ച ഈ കാഴ്ചയാണ്. ഈ ലൈറ്റ് ഉണ്ടോ, സ്വർഗത്തിലോട്ട് നമ്മൾ പോകുന്ന പോലെ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള കാഴ്ച നമ്മൾ ഇതുവരെയും കാണാത്തൊരു കാഴ്ച, വേറൊരു ലോകം തന്നെയാണെന്ന് പറയാം. കാശ്മീരിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളാണ്. ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് വെറുപ്പിക്കുന്ന തണുപ്പില്ലാതെ ഈ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. അതായത് നമുക്ക് ഒരു സ്വെറ്റർ അല്ലെങ്കിൽ സ്വെറ്റർ ഇല്ലാതെ പോലും നമുക്ക് ഇവിടേക്ക് ഇറങ്ങി നടക്കാം. താഴെ ചെറിയ ഗ്രാമങ്ങൾ പോലത്തെ കുറേ വീടുകളുണ്ട്. ചെറിയ ഗ്രാമമെന്ന് തോന്നുന്നു. കണ്ടോ, ദൂരെ കുറച്ച് വീടുകൾ അവിടെയും ഇവിടെയുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഉണ്ട്, ടവറൊക്കെ ഉണ്ട് അവിടെ. കണ്ടോ, കുറച്ച് ചെറിയ വീടുകളും. ആ മലകളുടെ സൗന്ദര്യം നോക്ക്. പാറക്കല്ലുകളുടെ ഇടയിൽ മഞ്ഞ് പെയ്ത് കൂടിയിരിക്കുന്ന ഒരു കാഴ്ച അടിപൊളിയാണ്. നമ്മൾ ഇന്നാണ് ഫസ്റ്റ് ടൈം മഞ്ഞ് കാണുന്നത് കാശ്മീരിൽ പോയിട്ട്. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ. ഞങ്ങൾ അപ്പോൾ പാർക്കിങ്ങിലെത്തി. പാർക്കിങ്ങിലാണ് നമ്മുടെ ഗൈഡും നമ്മുടെ ക്യാമറമാനൊക്കെ പരിചയപ്പെട്ടത്. ഗൈഡ് അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷൂസ് എല്ലാം നമ്മൾ ഇവിടെ നിന്ന് റെന്റിനുണ്ട്. നമ്മളിതാ പരിപാടിക്ക് പോകുന്നു. റൂട്ടേക്ക് നമുക്ക് നമ്മുടെ ക്യാമറാമാനെ കിട്ടിയത് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ എടുത്തു തരാനായിട്ട് അവൻ മുകളിൽ വരും. അവിടെ നിന്ന് മൊബൈലിൽ എടുത്തു തരും. നമ്മുടെ ക്യാമറാമാൻ അതേ ആ കൂളിംഗ് ഗ്ലാസ് വെച്ച് വെള്ളയും കറുപ്പുമായിട്ടുള്ള സ്വെറ്റർ ഇട്ട് പോണ പയ്യനാണ്. ഇതേ ആ കൈ ഉണ്ടാകുന്നത് ഇവൻ തന്നെ. ഇവനാണ് നമ്മുടെ ക്യാമറമാൻ. പാർക്കിംഗ് ലോട്ടാണ്. നമുക്ക് ഒരുപാട് തിരക്കുള്ള സ്ഥലമാണ്. ഞങ്ങളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പായി മലമുകളിലോട്ട് കയറാൻ പോണേണ്. Bye guys. Bye guys. ഞങ്ങൾ റൈഡിന് പോകുന്നു. 5 മിനിറ്റ് കിട്ടി അപ്പ ഫോട്ടോ എടുക്കുന്ന അമ്മയും മോനുമാണിത്. നമ്മുടെ ഗബ്രിയാൻ ടീം.
നമ്മളെ സൂപ്പർ സീനറി കണ്ടില്ലേ? ഇങ്ങനത്തെ സീനറി ഉണ്ട്, ആരാ ഫോട്ടോ എടുക്കാത്തത്? ഇതാണ് ഇവിടുത്തെ എന്റർടൈൻമെന്റ്. ഒരാൾക്ക് 1800 രൂപ അപ്പ് ആൻഡ് ഡൗൺ. നമ്മളെ മലയുടെ മുകളിൽ കയറ്റും, തിരിച്ചെത്തിക്കും. ഇതാണ് ഇവിടുത്തെ മെയിൻ എന്റർടൈൻമെന്റ്. പിന്നെ മുകളിൽ ഇറങ്ങി ഫോട്ടോഷൂട്ടും. കാണുന്ന പോലെ അത്ര സുഖമില്ല. ബാക്കിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തെറിച്ച് പോകും. അല്ല ഭാര്യ പോയപ്പോ രക്ഷപ്പെട്ടിരുന്ന് കാണോട്ടാ. ഇവിടെയും ട്രാഫിക് ബ്ലോക്കാണോ? ബ്ലോക്ക് ആയതുകൊണ്ട് മാത്രമേ ക്യാമറ. ഇതാണ് നമ്മുടെ ക്യാമറമാൻ. പുള്ളി നടന്നു വന്നത് ഇവിടെ വരെ. താഴെ കാണുന്നതാണ് നമ്മുടെ പാർക്കിംഗ് ലോട്ട്. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ചു നേരം ബ്ലോക്ക് ആകുന്ന ഒരു 30 സെക്കൻഡ്. പിന്നെ നമ്മുടെ ഡ്രൈവർ വേറെ വഴി എടുത്തുകൊണ്ട് പോയി. അതെ നടുവ്. പക്ഷെ ഉദ്ദേശം പോലെ എടുക്കാൻ പറ്റുമല്ലോ. എടുക്കാൻ പറ്റുമല്ലോ. എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എടുത്ത് എടുക്കുക. ഒന്നും പറ്റല്ലേ? आगे स्ट्रेट दिखाया, मेरे को दिखाया। रेड पॉइंट आ गया, रेड പॉइंट. ഇതാണ് ഡ്രോപ്പിംഗ് പോയിന്റ്. എല്ലാവരും ഡ്രോപ്പ് ചെയ്യുന്ന ലൊക്കേഷൻ ഇതാണ്. കാശ്മീരിൽ മെയിനായിട്ട് അവർ സംസാരിക്കുന്ന കാശ്മീരിയാണ്, അതിനുശേഷം ഹിന്ദി. പിന്നെ അത്ഭുതം എന്ന് പറയാമല്ലോ, ഇതിൽ ഒരു 20% ആൾക്കാർക്കും കാശ്മീരികൾക്കും മലയാളം അറിയാം കേട്ടോ. ചെറിയ ചെറിയ വാക്കുകൾ ഒരു മലയാളത്തിലും പറയും. പേടിച്ചാ? ഇല്ലില്ല, പഠിച്ചില്ല. ഇല്ലില്ല, മുറുക്ക പിടിച്ചിരുന്നാ മതി, ഇല്ലെങ്കിൽ തളർന്നു. ഓക്കെ. എങ്ങനെയുണ്ടായി? എന്തുപറ്റി? എങ്ങനെയുണ്ടായി? സൂപ്പർ എക്സ്പീരിയൻസ്. അപ്പൊ കരണ്ട് എന്ത് വേണം? പാൻറ്റൊക്കെ നനഞ്ഞ രണ്ടുപേരുടെ. കരയണില്ല, സന്തോഷം, ആനന്ദാസുരു. അപ്പൊ ഞങ്ങള് കാശ്മീർ മലമുകളിലാണ്. മഞ്ഞത്ത് കളിച്ച് മടുത്തു. കുറെ വീഡിയോസ് ഷൂട്ട് ചെയ്തു. ഒരു രക്ഷയില്ല ഗൈസ്.
ഫസ്റ്റ് ടൈമാണ് ലൈഫിലും മഞ്ഞ എക്സ്പീരിയൻസ് ആണ്. കാനഡ വിസ റിജക്റ്റ് ആയി, അതോട് ഭയങ്കര സങ്കടം വന്നു. പക്ഷെ മഞ്ഞത്ത് കളിക്കണമെന്നുള്ള എൻ്റെ അതിമനോഹരമായ അത്യാഗ്രഹം കൊണ്ട് ഇതാ കാശ്മീരിൽ ചുറ്റും മണ്ണാണ് ഗൈസ്, ചുറ്റും മണ്ണാണ് ഗൈസ്. കണ്ടോ കണ്ടാ പഞ്ചസാര കൊല്ലിരിക്കണം. ഇതാ വരാപ്പുഴ സ്കൂളിലെ പോൾ സാറ്, ടീച്ചർ വരാപ്പുഴയിലെ ടീച്ചറാണിത്. വരാപ്പുഴയിലെ വേറെ ടീച്ചർ. മതി. ഹലോ ഗൈസ്, എന്താല്ലേ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, എന്ത് ചെയ്യും? ഇതാ ഗൈസ്, ഇവിടെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. രക്ഷയില്ലാത്ത വീഡിയോസാണ് ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെ. iPhone 13 പ്രോയും ഒരു കിമ്പിളും കൊണ്ടാണ് ഈ പുള്ളി മാജിക് കാണിക്കുന്നത് കേട്ടോ. ഒരു റീലിന് ഒരു വീഡിയോക്ക് 500 രൂപ 400 രൂപയ്ക്ക് സൂപ്പർ വീഡിയോ കേട്ടോ. കാശ്മീർ തന്നെയാണെങ്കിൽ, സോനമാർഗ് തന്നെയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, സോനമാർഗ് തന്നെയാണെങ്കിൽ കമ്പൾസറി ഡെഫിനറ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്യണം. പിന്നെ ഒരിടത്തും ഇതുപോലത്തെ നല്ല വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഈ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, പക്ഷെ അത് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. കാശ്മീരിലെ മലമുകളിൽ ഞങ്ങൾ ലഞ്ച് കഴിക്കണേണ് ഒരു മാഗി കടയിലിരുന്ന്. 80 രൂപയുടെ മാഗിയാണിത്. കാശ്മീരിലും മലമുകളിൽ വീഡിയോ എടുക്കുന്ന കുറച്ച് പയ്യന്മാരുണ്ട്. അവരുടെ വീഡിയോസ് കണ്ട് ചിരിക്കണേ, കാരണം അത്ര അടിപൊളിയായിട്ടാണ് വീഡിയോ മുഖത്തെ സന്തോഷം നോക്കിയേ. സ്വന്തം ഫോട്ടോ കൊണ്ട് ഇത്രയും സന്തോഷിക്കണ മനുഷ്യനെ കണ്ടിട്ട് ആ ചിരിയുണ്ട, ഇപ്പോഴുള്ള ചിരിയുണ്ട്. അതേ കണ്ട ജെസ്സിനെ മുമ്പിൽ നിന്ന് മാറിക്കേ. ജെസ്സി മാറി മുമ്പിൽ നിന്ന് മാറി. എങ്ങനെയുണ്ട്? കൊള്ളാമോ? പൊളിയല്ലേ? ആ അടിപൊളി. ആയിവാ കാശ്മീരിൽ കണ്ടുമുട്ടിയ 2 വിചിത്ര ജീവികളാണിത്. ഇതാണ് നമ്മൾ തിരിച്ചു പോകുന്ന സ്പോട്ട്. ഇവിടെ ക്യൂ നിൽക്കുന്നവരെല്ലാം തിരിച്ചു പോകാനായിട്ട് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി കയറാൻ നോക്കി, പക്ഷെ അവർ ചീത്ത പറഞ്ഞ് ഓടിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു പോകാം എന്ന് കരുതി. പിന്നെ തിരിച്ച് ലൈനിൽ പോയിക്കണം നാണക്കേടല്ല. ഇതൊക്കെ അവിടെ എടുത്ത വീഡിയോസാണ്. നിങ്ങൾ നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ, ബാക്ക്ഗ്രൗണ്ടാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഇതെല്ലാം അവർ iPhone 13 പ്രോയിലും 14 പ്രോയിലും എടുത്ത വീഡിയോസാണ്. അവർ സ്പോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്ത് പാട്ടിട്ട് എല്ലാം എഫക്ട്സ് ഒക്കെ എഡിറ്റ് ചെയ്ത് തന്നെ ഒരു 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് ഒരു ഷൂട്ട് ചെയ്താൽ 10 മിനിറ്റ് ശേഷം നമുക്ക് വീഡിയോ നമ്മുടെ മൊബൈലിൽ അവർ സെൻഡ് ചെയ്ത് തരും. ഇതാണ് സോൻമാർഗിലെ മെയിൻ അട്രാക്ഷൻ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങേണ്ടതാണ്. ഇതൊരു കുന്നാണ്, ഒരു വലിയ കുന്നാണ്. കുന്നിൽ കൂടി സ്ലൈഡ് ചെയ്ത് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ആൾ പയ്യാണ് വരുന്നത്. ഞങ്ങൾ വീണുകണ്ണമായല്ല ഞങ്ങൾ സ്ലൈഡ് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മൾ താഴോട്ട് ഇറങ്ങണേ. ഗൈസ്, അങ്ങനെ ഒരു ദിവസത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി നേരെ ഹോട്ടലിലോട്ടാണ്. സോ അടിപൊളി എക്സ്പീരിയൻസ്, സോൻമാർഗ് ഫസ്റ്റ് വിസിറ്റ് പ്ലേസ്. അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഈ മനോഹരമായ സ്വർഗം തുല്യമായ സ്ഥലത്തിനോട് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞുകൊണ്ട് പിന്നെയും സോൻമാർഗ് ടവറിലൂടെ ടണലിലൂടെ അപ്പുറത്തോട്ട് പോകുന്നു. സോ ബൈ.